ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖല ശരിക്ക് സ്ക്രൂ ഹോൾഡിങ് ആണ്. അത് പ്ലൈമാർക്കിനെ സംബന്ധിച്ചോളം നമുക്ക് 100% അത് വിശ്വസിക്കാൻ പറ്റും. ഞാൻ ബദ്രു, ഇതെൻ്റെ വൈഫ് ഷിബില. ഞങ്ങൾ അലിഫ് ആർക്കിടെക്ട്സിലെ ഡിസൈനേഴ്സാണ്. നമ്മൾ ഈ വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 years. ഈ ചെറിയ നാരോ സ്പേസിൽ വളരെ ചലഞ്ചിങ് ആയിട്ടാണ് ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് 100% ഞങ്ങൾക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നതാണ് ഞങ്ങൾ രണ്ടാളും വിലയിരുത്തൽ. സ്വന്തം വീട് എടുത്തു കഴിയുമ്പോൾ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം യുണീക്കായിട്ട് വരണമെന്നും യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്നും അതൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതുപോലെ ബെഡ്റൂം ബാത്റൂം ഡോർസ് ആൻഡ് ഫ്രെയിംസ് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൈമാർക്ക് WPC ഡോർ ആൻഡ് ഫ്രെയിംസ് ആണ്. നമ്മൾ പ്ലൈമാർക്കിന്റെ ഇവിടെ യൂസ് ചെയ്തിരുന്ന ട്രസ്റ്റ് വുഡ് പ്രീമിയം PVC ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ വീട് ഇന്റീരിയറിന്റെ ഒരു ഹോൾ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പ്ലേ ഓഫ് ലൈറ്റ് ആൻഡ് ടെക്സ്ചേഴ്സ് ആണ്. ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളെ മെയിൻ ഒരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയ മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് എങ്ങനെ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു ഒരു പൊസിഷനായിരുന്നു. ആ പൊസിഷനിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് പ്ലൈമാർക്കിന്റെ ആ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. കൺസെപ്റ്റ് ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ്. കംപ്ലീറ്റ് ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് ഉദ്ദേശിച്ചത്. അത് കറക്റ്റ് പ്ലൈമാർക്കിൽ PU പെയിന്റ് ഫിനിഷ് കറക്റ്റ് നല്ല ഫിനിഷിംഗ് ആയിട്ട്. നമ്മള് ഹൗസ് വാമിങ്ങിന് വന്ന ആൾക്കാരൊക്കെ നമ്മളോട് ഈ ഒരു ഒപ്പീനിയൻ തന്നെ പറഞ്ഞിരുന്നു. പ്ലൈമാർക്കിന് വേറെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ്. അത് പ്ലൈമാർക്കിനെ സംബന്ധിച്ചോളം നമുക്ക് 100% അത് വിശ്വസിക്കാൻ പറ്റും. നമ്മളെ എല്ലാ സക്സസ് സ്റ്റോറീസിലും പ്ലൈമാർക്ക് കൂടെ ഉണ്ടായിരുന്നു. സോ പ്ലൈമാർക്കിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ അത് തന്നെ ഒരു വലിയൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ക്ലയൻസിനെല്ലാം പ്ലൈമാർക്കിനെ ഈസി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളത് യൂസ് ചെയ്തിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. ആ കോൺഫിഡൻറ്റ് തന്നതിന് പ്ലൈമാർക്കിന് നന്ദി പറയുന്നുണ്ട്.